കുട്ടികൾക്ക് വരുന്ന കരപ്പൻ രോഗം പലപ്പോഴും മാതാപിതാക്കളെ അലട്ടാറുണ്ട്. ചെറുതിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കെല്ലാം ഇങ്ങനെ ഒരു 1-2 മാസത്തിനകത്ത് കാണുന്ന സമയത്ത് സാരമില്ല, ഇത് വളരുമ്പോൾ മാറുമെന്ന് വിചാരിക്കും. ഒടുവിൽ വളരുമ്പോൾ മാറാതെ കുട്ടികൾക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയുമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ബേസിക്കലി എന്താണ് ഈ അവസ്ഥയെന്ന് പറഞ്ഞുതരാം. സ്കിന്നിന് നോർമലി നമ്മുടെ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇലാസ്റ്റിസിറ്റി, എണ്ണമയം, മൃദുത്വം ഉണ്ടാവും. എന്നാൽ എണ്ണമയം ഇല്ലാതാകുന്ന ഒരവസ്ഥ ചില കുട്ടികൾക്ക് ജന്മന കണ്ടുവന്ന് വരാം. ഇത്തരം ടെൻഡൻസിയുള്ള കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ മടക്കുകളിൽ, പ്രത്യേകിച്ചും കഴുത്തിന്റെ മടക്കുകളിൽ, കക്ഷത്തിന്റെ ഭാഗത്ത്, കൈകാലുകൾ മടക്കുകളിൽ ആ കുട്ടികൾ കൈകൾ നിവർത്തി മടക്കുന്ന സമയത്ത് ഈ ഇലാസ്റ്റിസിറ്റി കുറവായതുകൊണ്ട് വളരെ ചെറുതായിട്ട് മൈക്രോ ടീയേഴ്സ് ഉണ്ടാവും, ചെറിയ പൊട്ടലുകൾ ഉണ്ടാവും. സ്കിന്നിൽ ഉണ്ടാകുന്ന പൊട്ടലുകൾക്കകത്ത് കുട്ടികൾക്ക് ചൊറിച്ചിലും ഇറിറ്റേഷൻ പറഞ്ഞ് ചൊറിയുന്ന സമയത്ത് ആ ഭാഗത്ത് കൂടുതലായിട്ട് സ്കിൻ അങ്ങ് ഡ്രൈ ആയിട്ട് മാറും. ഇങ്ങനെ ഡ്രൈ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് പലപ്പോഴും ഈ കരപ്പൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിട്ടും വരുന്നത്. ഇത് യാതൊരു കാരണവശാലും സ്വയം ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ചെയ്യരുത്. ഡോക്ടർമാരെ കണ്ടിട്ട് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ശരിയായിട്ട് ചികിത്സിക്കാത്ത ഇത്തരം കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് തുമ്മൽ, ജലദോഷം, മൂക്കടപ്പ് പോലുള്ള പ്രോബ്ലംസ് വരുന്നതിനോ ശ്വാസമുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനോ കാരണമാകാറുണ്ട്. പലപ്പോഴും സ്കിന്നിൽ വരുന്ന ഇത്തരം പ്രോബ്ലം മെഡിക്കൽ സ്റ്റോറിൽ പോയി കുട്ടികൾക്ക് ചെറിയ ഓയിൻമെന്റ് ഒക്കെ വാങ്ങി ഇട്ട് കൊടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു ഭാഗത്തു നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് വരുന്നതിന് കാരണമാകും. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ സ്കിന്നിൽ വരുന്ന എക്സിമ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കരപ്പൻ പോലുള്ള അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്. നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ശരിയായിട്ട് ചികിത്സ എടുത്താൽ മതി. കുട്ടികൾക്ക് കരപ്പൻ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഈ സത്യാവസ്ഥ തിരിച്ചറിയണം.